ഹലോ. ഇന്ന് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചു. 2023 പുറത്തിറങ്ങിയ സിനിമകൾ പരിഗണിച്ചാണ് പുരസ്കാരങ്ങൾ നിർണയിച്ചത്. 332 ചിത്രങ്ങളാണ് അവാർഡിനായി പരിഗണിച്ചത്. ജവാൻ എന്ന സിനിമയിലെ അഭിനയത്തിന് ഷാരൂഖ് ഖാനും 12th ഫെയിൽ എന്ന സിനിമയിലെ അഭിനയത്തിന് വിക്രാന്ത് മാസിയും മികച്ച നടനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി. മിസസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് റാണി മുഖർജി മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ഉള്ളൊഴുക്കിലെ അഭിനയത്തിന് ഉർവശി സ്വന്തമാക്കി. ഇത് 2ാം തവണയാണ് ഉർവശി മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം നേടുന്നത്. പൂക്കാലം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് വിജയരാഘവൻ മികച്ച സഹനടനുള്ള ദേശീയ പുരസ്കാരം സ്വന്തമാക്കി. മികച്ച ചിത്രം ദ കേരള സ്റ്റോറി. മികച്ച മലയാള ചിത്രം ഉള്ളൊഴുക്ക്. മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർ 2018 സിനിമയുടെ കലാസംവിധായകൻ മോഹൻദാസ്. മികച്ച സംവിധായകൻ സുദീപ്തോ സെൻ. മികച്ച ഛായാഗ്രഹണം പ്രസന്ധാനം മൊഹപാത്ര. എന്താണ് ദേശീയ ചലച്ചിത്ര പുരസ്കാരം? ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായ ചലച്ചിത്ര പുരസ്കാരമാണിത്. ഫിലിംഫെയർ പുരസ്കാരത്തോളം തന്നെ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പുരസ്കാരം. 1954 ആരംഭിക്കുന്നത്. 1973 മുതൽ ഭാരത ഗവൺമെന്റിന്റെ ഡയറക്ടറേറ്റ് ഓഫ് ഫിലിം ഫെസ്റ്റിവലിന്റെ നിയന്ത്രണത്തിലാണ് ഈ പുരസ്കാരം. എല്ലാ വർഷവും സർക്കാർ നിയമിച്ച ഒരു ടീം വിജയികളെ തിരഞ്ഞെടുക്കുന്നു. ന്യൂഡൽഹിയിൽ വെച്ചാണ് പുരസ്കാരം നൽകപ്പെടുന്നത്. രാഷ്ട്രപതിയാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. ദേശീയ ചലച്ചിത്രോത്സവ വേദിയിൽ പുരസ്കാരം ലഭിച്ച ചിത്രങ്ങൾ ജനങ്ങൾക്കായി പ്രദർശിപ്പിക്കുന്നു. ഒരു വർഷം മുൻപ് ഇന്ത്യയൊട്ടാകെ നിർമ്മിച്ച ചിത്രങ്ങളാണ് അതിനടുത്ത വർഷം പുരസ്കാരത്തിനായി പരിഗണിക്കുന്നത്. ഇന്ത്യയൊട്ടാകെ നിർമ്മിച്ച ചലച്ചിത്രങ്ങളിൽ നിന്നും ഏറ്റവും മികച്ച ഇന്ത്യൻ ചിത്രം തിരഞ്ഞെടുക്കുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യയിലെ എല്ലാ ഭാഷകളിൽ നിന്നും അതതു ഭാഷയിലെ ഏറ്റവും മികച്ച ചിത്രവും തിരഞ്ഞെടുക്കുന്നു. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിലെ ജൂറികളും നിയമങ്ങളും. പ്രധാനമായും 2 വിഭാഗങ്ങളിലായാണ് പുരസ്കാരങ്ങൾ നൽകപ്പെടുന്നത്. ഫീച്ചർ ഫിലിം, നോൺ ഫീച്ചർ ഫിലിം. 2009 ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ 13 ജൂറി അംഗങ്ങളും നോൺ ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ 5 അംഗങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ഡയറക്ടറേറ്റ് ഓഫ് ഫിലിം ഫെസ്റ്റിവൽസ് ആണ് ജൂറികളെ നിയമിക്കുന്നത്. നിർണായക പാനലിനായിരിക്കും തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രങ്ങളെ വിലയിരുത്താനുള്ള മുഴുവൻ അധികാരവും ഉണ്ടായിരിക്കുക. ഓരോ വിഭാഗത്തിലുമായി ഏകദേശം 100ഓളം ചിത്രങ്ങൾ പരിഗണിക്കുന്നു. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിലെ നിയമങ്ങളടങ്ങിയ ഒരു പത്രിക എല്ലാ വർഷവും പുറത്തിറക്കുന്നു. ഇത് നാഷണൽ ഫിലിം അവാർഡ് റെഗുലേഷൻസ് എന്നറിയപ്പെടുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട 4 പുരസ്കാരങ്ങളാണ് സ്വർണ്ണ കമലത്തിൽ അടങ്ങിയിരിക്കുന്നത്. മികച്ച ചലച്ചിത്രം, മികച്ച സംവിധായകൻ, മികച്ച ജനപ്രീതി നേടിയ ചലച്ചിത്രം, മികച്ച കുട്ടികളുടെ ചിത്രം, നവാഗത സംവിധായകന് മികച്ച ചിത്രം, മികച്ച ആനിമേഷൻ ചിത്രം, ആ നിര നീളും. സ്വർണ്ണ കമലത്തിൽ അടങ്ങാത്ത മറ്റു പ്രധാന പുരസ്കാരങ്ങളാണ് രജത കമലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മികച്ച നടൻ, മികച്ച നടി, മികച്ച സഹനടൻ, മികച്ച സഹനടി, മികച്ച ബാലതാരം, മികച്ച ഛായാഗ്രഹണം, മികച്ച തിരക്കഥ, മികച്ച കലാസംവിധാനം, മികച്ച ചമയം, മികച്ച വസ്ത്രാലങ്കാരം, മികച്ച സംഗീത സംവിധാനം, അങ്ങനെ നിര നീളുന്നു. മികച്ച പുതുമുഖ സംവിധായകർക്ക് കിട്ടുന്ന പുരസ്കാരത്തിന്റെ പേരാണ് ഇന്ദിരാഗാന്ധി പുരസ്കാരം. ഇന്ത്യൻ ചലച്ചിത്രങ്ങൾക്ക് നൽകിയ സമഗ്ര സംഭാവനകളെ മാനിച്ച് ലൈഫ് ടൈം അച്ചീവ്മെന്റായി ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നൽകപ്പെടുന്നുണ്ട്. ഇന്ത്യൻ ചലച്ചിത്രങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ദാദാ സാഹിബ് ഫാൽക്കെയുടെ നാമധേയത്തിലാണ് ഈ പുരസ്കാരം. ദേശീയ ചലച്ചിത്രത്തെക്കുറിച്ച് കുറച്ചൊക്കെ ഇൻഫോർമേഷൻ കിട്ടിയില്ലേ? നാളെ കാണാമേ.